Hi. So we are so happy today, no? Because we are going to open the next chapter, that is our sixth chapter, squares and square root. Squares and square root. And let me tell you one thing, this chapter is very important. Very in the sense, very important chapter, because for 9th and 10th standard, this is a basic concept in mathematics. That means നിങ്ങൾക്കറിയാം, നിങ്ങൾ കുറച്ച് വർഷങ്ങൾക്കൊക്കെ ശേഷം you are going to prepare for PSC exam, you are going to try for that government jobs. So when you try for government jobs, you are supposed to write an exam. It is called PSC, Public Service Commission's exam. They will evaluate you by conducting an OMR test, that is known as PSC exam. PSC exam maths is a must subject. ഒരു 20 മാർക്കിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് എന്തായാലും ഔട്ട് ഓഫ് 100 മാർക്ക് വരും. മാത്സിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്ങനെയുള്ള ചോദിക്കുന്ന എക്സാമുകളിൽ ചോദിക്കുന്ന ജനറൽ മാത്സിലൊക്കെ വരുന്ന കോൺസെപ്റ്റാണ് നമ്മുടെ ഈ സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം മാത്സിൻ്റെ എല്ലാ കോൺസെപ്റ്റുകളിലും അപ്ലൈ ചെയ്യാൻ പോകുന്ന, അതായത് ഇതിൽ നിന്ന് കിട്ടുന്ന, ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന അറിവ് നമ്മൾ ഒരുപാട് മാത്സിൻ്റെ ഏരിയയിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ട്. അതായത് ഇതൊരു ബേസാണ്. ഇതിൽ ചവിട്ടിയാണ് നമ്മൾ 9th and 10th പല പ്രോബ്ലംസും ചെയ്യുക. ഈ ബേസ് നിങ്ങൾക്ക് കിട്ടണം. അതുകൊണ്ട് തന്നെ യു ഹാവ് ടു സ്റ്റേ വിത്ത് മീ കംപ്ലീറ്റ്ലി. In the sense, when you shoot a video, when you watch a video, you are supposed to stay with me without skipping the video, because this is base. For general mathematics, squares and square root, cubes and cube root is the most basic concept. So please learn and practice well. വീഡിയോ കണ്ടതിന് ശേഷം നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. ഓക്കെ, സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ലെറ്റ് മീ കം ടു ദ പോയിന്റ്, സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്. വെരി സിമ്പിൾ കോൺസെപ്റ്റാണ്. ഞാൻ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ഒന്നും ആക്കുന്നില്ല, ചെറിയൊരു വീഡിയോ ആക്കുന്നുള്ളൂ. ഞാൻ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ലെങ്തി വീഡിയോ ഒന്നും ചെയ്യേണ്ട. നമുക്ക് തുടക്ക ദിവസമായതിന് വളരെ സ്മൂത്തായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം. ഷാൽ വി കം വിത്ത് മീ? സോ സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട് എന്താണെന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കുറേ കോൺസെപ്റ്റുകൾ തള്ളിക്കയറ്റിയ ഒരു ചാപ്റ്ററാണിത്. അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത പദത്തിലൂടെ ഒന്നും പോകുന്നില്ല. അതവിടെ നിന്നോട്ട് അതിനെ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കാൻ പോകുന്നില്ല. നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുള്ളൂ. അതായത് ഈ ചാപ്റ്ററിൽ ഒരു 1/3 പോർഷൻ മാത്രം, അതായത് 1/3 ഓഫ് ദ എൻറ്റയർ ചാപ്റ്റർ ഓൺലി വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ബിക്കോസ് റിമൈനിങ് 2/3 ഓഫ് ദ ചാപ്റ്റർ എന്ന് പറയുന്നത് അൺനെസസറി ആയിട്ട് വെറുതെ കുറേ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ട. നമുക്ക് 9th 10th ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രിപ്പറേഷനാണ്, നമുക്ക് അത് മാത്രം മതി. സോ 1/3 ചാപ്റ്റർ ഓൺലി വി ആർ ഗോയിങ് ടു ഡിസ്കസ്. നിങ്ങൾ വിചാരിക്കുന്നത് സാറ് ചാപ്റ്റർ തീർക്കാൻ വേണ്ടി അല്ല, ഞാൻ വേണം മൊത്തം എടുത്തു തരാം, നോ പ്രോബ്ലം ഇൻ ദാറ്റ്. ബട്ട് എന്തിനാണ് വെറുതെ ആവശ്യമില്ലാണ്ട് അല്ലേ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ബ്രെയിൻ എന്തിനാണ് വെറുതെ ഒരു എക്സ്ട്രാ വർക്ക് നമ്മൾ കൊടുക്കുന്നത്? ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം, ഐ പ്രോമിസ് യു, we will discuss all the important concept in the chapter. We will not leave any important concept in this chapter. So shall we? Okay. So the chapter name is squares and square root. So you may have some doubts that, so what do you mean by this square, what do you mean by this square root? Let me tell you that. See, അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ടാബിലൈസ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കുക, നമ്പേഴ്സ് ആൻഡ് സ്ക്വയേഴ്സ്. ഇപ്പോൾ സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട് എന്നാണല്ലോ ചാപ്റ്ററിൻ്റെ പേര്. നമ്മൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സ്ക്വയേഴ്സ് നൗ, അതിനുശേഷം സ്ക്വയർ റൂട്ടും. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ കോൺസെപ്റ്റ് ഫ്രം ഫസ്റ്റ് ടു ലാസ്റ്റ് പഠിച്ചതിന് ശേഷം മാത്രമേ ഓരോ പ്രോബ്ലം ചെയ്യുള്ളൂ. ആദ്യം ചാപ്റ്റർ മൊത്തം പഠിക്കാം നമുക്ക്, എന്നിട്ട് പ്രോബ്ലംസ് ചെയ്യാം. അങ്ങനെയാണല്ലോ നമ്മുടെ സ്റ്റൈല്. അപ്പം ഈ നമ്പറിനെ പറ്റി നിങ്ങൾ ആലോചിക്കേണ്ട, ഇറ്റ് ക്യാൻ ബി എനി നമ്പർ. ചാപ്റ്ററിൻ്റെ പേര് സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്തെങ്കിലോട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നു, സ്ക്വയർ എന്താണെന്ന് പഠിക്കുന്നു. പിന്നെ നമ്മൾ സ്ക്വയർ റൂട്ട് എന്താണെന്നും പഠിക്കും തുടക്കം തന്നെ. അപ്പോൾ ചാപ്റ്ററിനെ പറ്റി ഒരു ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട് ആണല്ലോ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ സ്ക്വയറും സ്ക്വയർ റൂട്ടും എന്താണെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. നമ്പേഴ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് നമ്പർ പറ. ലെറ്റ് മീ ടേക്ക് സം നമ്പേഴ്സ് ഫ്രം 1 to 20. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഓക്കെ, ഇനി ഈ നമ്പറിൻ്റെ സ്ക്വയർ എന്താണെന്നാണ് ഞാൻ നോക്കുന്നത്. എന്താണ് 1ൻ്റെ സ്ക്വയർ, അല്ലെങ്കിൽ 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വി ക്യാൻ റൈറ്റ് ആസ് 1 സ്ക്വയർ. The number is 1. I am going to calculate its square. That means I need square of 1 or 1 square. It can be read as
1 square or square of 1. It can be read as 1 square. That is good. 1 square. The number is 1. I supposed to take the square. So it will be 1 square. What do you mean by 1 square? 1 into 1. 1 square ennu paranjal multiply the number 1 2 times. Same number. That means 1 square എന്ന് വെച്ചാൽ 1 into 2 എന്നല്ല അർത്ഥം. 1 into 1. എത്ര മുകളിൽ എഴുതുന്നത് ചെറുതാക്കി എഴുതണം, താഴെ എഴുതുന്നത് മുകളിൽ വലുതാക്കി എഴുതണം. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 1 into 1 അല്ലാണ്ട് 1 into 2 അല്ല. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട്, 7th പഠിച്ചിട്ടുണ്ട് എക്സ്പോണൻഷ്യൽ ആൻഡ് പവേഴ്സിൽ നമ്മളിത് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 ക്യൂബ് എന്ന് വെച്ചാൽ എന്താ, 2 into 3 എന്നാണോ? അല്ല, 2 into 2 into 2 എന്നാ. 2 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക. 2⁴ എന്ന് വെച്ചാൽ 2 into 4 ആണോ? അല്ല, 2 into 2 into 2 into 2. Just like that, 1 square is not 1 into 2. 1 square is 1 into 1. What is 1 into 1? 1. അപ്പോൾ എന്താണെന്നറിയോ? The square of 1 is 1 itself. Square of 1 is 1 itself. In the bracket, let me write that. Square of 1 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. സ്ക്വയർ ഓഫ് 1 ഈസ് ഈക്വൽ ടു, നമുക്ക് എന്താ കിട്ടിയത്? സ്ക്വയർ ഓഫ് 1. 1 തന്നെയാണ് സ്ക്വയർ ഓഫ് 1. സോ ഇതുപോലെ നിങ്ങൾ എഴുതണം, താഴെ വരെ നമ്മൾ എഴുതും. ഓക്കെ, ദെൻ ടേക്ക് ദ നമ്പർ 2. What is, let me calculate square of 2. Can I write it as 2 square? Yes, 2 square. This 2 should have sufficient size and this should be small, but that should be visible to read. And 2 square. 2 square, what will be 2 square? 2 into 2. Multiply 2 times. 2 into 2. ഈ നമ്പർ എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം? 2 പ്രാവശ്യം. ഇതാ 1 2. സെയിം നമ്പർ 2 into 2. What is that? 4. So what I can write in bracket? We calculated the square of 2. We found that that is 4. Isn't it? So in the bracket we can write square of 2 is 4. ഇത് ഉണ്ടാവണം കേട്ടോ എൻ്റെ നോട്ടിൽ. ഇതൊക്കെ കാണണേ, അതിനനുസരിച്ച് നിങ്ങൾ സ്പേസ് ചെയ്തോളൂ കേട്ടോ. Next, 3. Let me calculate its square. How I can calculate 3 square? 3 square I need. So 3 into 3. What is 3 into 3? 9. So in bracket what we can write? Square of 3 is 9. Okay, then in that way you have to continue. So you have to calculate the square of 4. It will be 16. Square of 5 it will be 25. Square of 6 you have to continue writing like this, no? Square of 6 is nothing but 36. Square of 7 is nothing but 49. ഇതുപോലെ കണ്ടിന്യൂ ചെയ്തത്. Then what can be square of 8? 8 square. 8 square is nothing but 8 into 8. What is that? 8 into 8 ചില കുട്ടികൾ പറയും 16 എന്ന്. No, 8 into 18 is 64. ചില കുട്ടികൾ പറയുന്ന കാര്യമാണ് 3 square. 3 into 3 so 6. 3 into 3 6 ആണോ? 9. ഓർത്താണ് കേട്ടോ. 8 into 8 64. So in bracket what you can write? Square of 8 is 64. Continue like that. And then when you take, what is square of 10? 100. Square of 9 81. ഇതുപോലെ എഴുതാ താഴോട്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്കായിട്ട് എഴുതുന്നുള്ളൂ, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. സ്ക്വയർ ഓഫ് 11. 11 square. What is that? 11 into 11. What is that? 121. If you feel in it out, just multiply and find it out. 11 into 11. ചെയ്തോളൂ. 121, no? Yes, 121. In bracket you can write square of 11 is 121. Continue like that. Square of 12 will be, 12 square will be 12 into 12, that is 144. You have to continue. 13 square will be 13 into 13 169. നിങ്ങൾ ചെയ്ത് നോക്കണം ഡൗട്ട് ഉണ്ടെങ്കിൽ കേട്ടോ. 14 square ചെയ്ത് നോക്കുക എത്രയാണെന്ന് എഴുതുക. 15 square, what is the 15 square? 225. just multiply and find it out. അതുപോലെ ഓരോന്നിൻ്റെയും സ്ക്വയർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ 20 square വരെ കണ്ടിന്യൂ ചെയ്യുക. 20 square will be what? 20 into 20. what is that? 400. in bracket you can write square of 20 is 400. and ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എന്ത് സുഖമാണ് സാർ, ഇതൊക്കെ എളുപ്പമല്ലേ സാർ, ഒരു കാൽക്കുലേറ്റർ ഉപയോഗിച്ചാൽ കിട്ടൂലേ? നോ, പ്ലീസ് ഡു നോട്ട് യൂസ് കാൽക്കുലേറ്റർ ഫോർ മൾട്ടിപ്ലിക്കേഷൻ. ജസ്റ്റ് കാൽക്കുലേറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ആൻഡ് യു മേ അണ്ടർസ്റ്റുഡ് ദിസ്. ഇതാണ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ. ദീസ് ആർ ദ നമ്പേഴ്സ് ആൻഡ് ദീസ് ആർ ദ സ്ക്വയർ ഓഫ് ദ നമ്പേഴ്സ്. ദീസ് ആർ ദ നമ്പേഴ്സ് ആൻഡ് ദീസ് ആർ ദ സ്ക്വയർ ഓഫ് ദ കറസ്പോണ്ടിങ് നമ്പർ. If the number is 8, its square is 64. If the number is 11, its square is 121. And 13 square is 169. And 3 square is 9. And 2 square is 4. അപ്പം ഇതാണ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ. അതെ, ഇനി ജനറലി ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ലെറ്റ് മീ റൈറ്റ്, യു ക്യാൻ റൈറ്റ് എ ക്വസ്റ്റ്യൻ ഹിയർ. ഇത് എഴുതിയതിന് ശേഷം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലേ? നമ്പറും സ്ക്വയറും ക്ലിയർ ആയില്ലേ? ഒരു നമ്പർ 6 എടുത്തു, നിങ്ങളോട് ചോദിക്കുക 6 സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ് ചെയ്യുക? 6 സ്ക്വയർ, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 6 into 6, ദാറ്റ് ഈസ് 36. ഇതാണ് സ്ക്വയർ. 6 square of 6 is 36, or 6 square is 36. Enough. Then just write a question. Calculate the square of 120. Calculate the square of 120. How you can calculate the square of 120?
120 into 120, that is 144,000. അതെങ്ങനെ ഞാൻ ചെയ്തതെന്നറിയോ? 12 into 12 എന്താണെന്ന് നമുക്കറിയാം. 12 into 12 എന്ന് വെച്ചാൽ 12ൻ്റെ സ്ക്വയർ. 12ൻ്റെ സ്ക്വയർ 144 എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ 144 എന്ന് ഞാൻ എഴുതി. പിന്നെ 2 സീറോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. 144,000. അപ്പോൾ 120ൻ്റെ സ്ക്വയർ എന്താണ്? 144,000 എന്നുള്ള ഈ ക്വാണ്ടിറ്റിയാണ് 120ൻ്റെ സ്ക്വയർ. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാം. ഓക്കെ, ഇതൊക്കെ വേണേ നോട്ടിൽ. See, now we are going to deal about perfect square numbers. What? Perfect squares number. ഞാൻ കുറച്ച് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഒരു പുതിയ കോൺസെപ്റ്റാണ്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ കുറച്ച് പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് നിങ്ങൾക്ക് തരാൻ പോവാണ്. എല്ലാ നമ്പറും പെർഫെക്റ്റ് സ്ക്വയർ അല്ല. എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ എന്ന് അറിയണമെങ്കിൽ ഞാൻ കുറച്ച് നമ്പേഴ്സ് തരാം. അതെന്തുകൊണ്ട് പെർഫെക്റ്റ് സ്ക്വയർ ആയി എന്ന് നിങ്ങൾ പറയണം. 1 is a perfect square, 4 is a perfect square, 9 is a perfect square, 16 is a perfect square, 25 is a perfect square, 36 is a perfect square, 49 is a perfect square, etc. etc. Can you tell me the reason why this 1 is a perfect square? കാരണം 1നെ എനിക്ക് ഈ 1 എന്ന് പറഞ്ഞാൽ 1 into 1 ആണ്. അതുകൊണ്ടാണ് ഈ 1 പെർഫെക്റ്റ് സ്ക്വയർ ആയത്. 4നെ എനിക്ക് 2 into 2 എന്ന് എഴുതാം. അതുകൊണ്ട് 4 പെർഫെക്റ്റ് സ്ക്വയർ ആയി. 9നെ എനിക്ക് 3 into 3 എന്ന് എഴുതാം. അതായത് 9 പെർഫെക്റ്റ് സ്ക്വയർ ആയി. അതായത് 1 into 1 1 ആണ്. അതുകൊണ്ടാണ് ഈ 1 പെർഫെക്റ്റ് സ്ക്വയർ ആയി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം 1 into 1 എന്ന് വെച്ചാൽ 1 സ്ക്വയർ ആണ് അല്ലേ? 1 into 1 എന്ന് വെച്ചാൽ എന്താ? 1 സ്ക്വയർ. അതായത് 1 സ്ക്വയർ ചെയ്യുമ്പോൾ 1 കിട്ടും. അതുപോലെ 2 into 2 4 എന്ന് പറഞ്ഞപ്പം എൻ്റെ അർത്ഥം എന്താ? 2ൻ്റെ സ്ക്വയർ. 2 into 2 എന്ന് വെച്ചാൽ 2 സ്ക്വയർ അല്ലേ? 2 സ്ക്വയർ 4 ആണ്. അതുപോലെ 3 സ്ക്വയർ 9 ആണ്. അതുകൊണ്ടാണ് 9 പെർഫെക്റ്റ് സ്ക്വയർ ആയത്. 16 എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ ആണ്. അതുകൊണ്ടാണ് 16 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ആൻഡ് 25 ഇസ് നത്തിങ് ബട്ട് 5 സ്ക്വയർ. അതുകൊണ്ടാണ് 25 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 36 എന്ന് വെച്ചാൽ 6 സ്ക്വയർ. അതുകൊണ്ടാണ് 36 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 49 എന്ന് വെച്ചാൽ 7 സ്ക്വയർ. അതുകൊണ്ടാണ് 49 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ? ഒരു നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആകണമെങ്കിൽ ആ നമ്പറിനെ എന്തിൻ്റെയെങ്കിലും ഒരു സ്ക്വയർ ആക്കി എഴുതാൻ പറ്റണം. ഉദാഹരണത്തിന് 49 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. കാരണം 49 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെങ്കിലും ഒരു സ്ക്വയർ ആക്കി എഴുതാൻ പറ്റും. 7ൻ്റെ സ്ക്വയറാണ് 49. ഇനി 121 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെ ആലോചിക്കുക? പല മെത്തേഡും ഉണ്ട് കേട്ടോ കണ്ടുപിടിക്കാൻ. പക്ഷേ ഇപ്പോൾ ഇൻട്രഡക്ഷൻ ആയിട്ട് നമ്മൾ ജസ്റ്റ് ലോജിക്കലി നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതൊക്കെ നമ്മൾ പഠിക്കും. എങ്ങനെയാണ് പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിക്കും. പക്ഷേ 121 പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക. ദൈവമേ, സാറ് പറഞ്ഞത് 121 പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിൽ 121നെ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ സ്ക്വയർ ആക്കി എഴുതണം. പറ്റുമോ? അതെ, 11ൻ്റെ സ്ക്വയർ അല്ലേ 121. കാരണം 11ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 11 into 11. 11 into 11 ചെയ്ത് കഴിഞ്ഞാൽ 121 കിട്ടും. സോ യു ക്യാൻ റൈറ്റ് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ്. വാട്ട് ക്യാൻ 121 എ പെർഫെക്റ്റ് സ്ക്വയർ എന്നൊരു ക്വസ്റ്റ്യൻ എഴുതണം കേട്ടോ. ഇതൊക്കെ പറയുന്നതൊക്കെ നോട്ടി കാണണം. ക്യാൻ 121 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ എന്നിട്ട് തൊട്ട് താഴെ യെസ് ബിക്കോസ് 121 ഈസ് ഇക്വൽ ടു 11 സ്ക്വയർ. എന്തിൻ്റെങ്കിലും ഒരു സ്ക്വയർ ആക്കി നമ്പറിനെ എഴുതാൻ പറ്റുമെങ്കിൽ ആ നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ദാറ്റ് ഇംപ്ലൈസ് 121 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ആൻഡ് ലെറ്റ് മീ ഗിവ് യു അനദർ ക്വസ്റ്റ്യൻ. ക്യാൻ 100 എ പെർഫെക്റ്റ് സ്ക്വയർ? 100ന് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകാൻ പറ്റുമോ? 100ന് ഒരു പെർഫെക്റ്റ് സ്ക്വയർ എന്ന് എഴുതണമെങ്കിൽ 100നെ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയണമെങ്കിൽ 100നെ എന്തിൻ്റെങ്കിലും സ്ക്വയർ ആക്കി എഴുതണം. 100 എന്തെങ്കിലും സ്ക്വയർ ആണോ? അതെ, 100 എന്ന് വെച്ചാൽ 10ൻ്റെ സ്ക്വയർ. 10 into 10 100 10 സ്ക്വയർ ആണ് 100. അതുകൊണ്ട് എന്താണ്? യെസ് 100 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഈ ക്വസ്റ്റ്യൻ എഴുതണം. എന്നാൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ക്യാൻ 144 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ? പോട്ടെ. ക്യാൻ 225 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ? യെസ്. വൈ? ബിക്കോസ് 225നെ എന്തിൻ്റെങ്കിലും സ്ക്വയർ ആക്കി എഴുതാൻ പറ്റും. 15 സ്ക്വയർ ആക്കി എഴുതാൻ പറ്റും. സോ 225 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ആൻഡ് റൈറ്റ് അനദർ ക്വസ്റ്റ്യൻ. ക്യാൻ 47 എ പെർഫെക്റ്റ് സ്ക്വയർ? 47 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകാൻ പറ്റുമോ? 47 ഏതെങ്കിലും നമ്പറിൻ്റെ സ്ക്വയർ ആക്കി എഴുതാൻ പറ്റുമോ എന്ന് ആലോചിക്കണം. 49 ആയിരുന്നെങ്കിൽ 7 സ്ക്വയർ എന്ന് എഴുതാം. 36 ആണെങ്കിൽ പോലും 6 സ്ക്വയർ എന്ന് എഴുതാം. പക്ഷേ 47 ഒന്നിൻ്റെയും സ്ക്വയർ ആക്കി എഴുതാൻ പറ്റില്ല. സോ ഹൗ യു ക്യാൻ റൈറ്റ് 47 cannot express as the square of any numbers. That implies 47 is not a perfect square. I think the concept is very clear for you, no? So we discussed squares, then we discussed perfect squares number. എന്താണ് perfect square number എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ can I ask you a question? Can you call 64 as a perfect square? Then how you have to think? You have to think in such a way that can we express 64 as any number square? Yes.
64 is equal to 8 square. So 64 is a perfect square. അത്രേ ഉള്ളൂ. ഓക്കെ. Can you call 99 as a perfect square? ചിന്തിക്കുക, 99 എന്തെങ്കിലും സ്ക്വയർ എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അതുകൊണ്ട് 99 is not a perfect square. Enough. സോ അതാണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ. ഇനി ഈ വീഡിയോൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു കോൺസെപ്റ്റും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. സ്ക്വയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ചാപ്റ്ററിൻ്റെ പേരിലുള്ള വേറൊരു സാധനമുണ്ട്, സ്ക്വയർ റൂട്ട്. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ഈസ് സ്ക്വയർ റൂട്ട് റൈറ്റ് നൗ. സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സ്ക്വയർ റൂട്ട് എല്ലാ നമ്പറിനും സ്ക്വയേഴ്സ് ഉണ്ടാകും അല്ലേ? ഇപ്പോൾ 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, 25ൻ്റെ സ്ക്വയർ എന്താണ്? 25ൻ്റെ സ്ക്വയർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 25 × 25 625 ആണ്. ഓക്കെ. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞത്, വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, you are supposed to by heart the squares of the numbers starting from 1 to 20. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചില്ലേ, 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 20ൻ്റെ സ്ക്വയർ 400 എന്ന് വരെയുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചില്ലേ, അത് മൊത്തം ബൈ ഹാർട്ട് ചെയ്യണം. ബൈ ഹാർട്ട് ചെയ്യുന്ന എന്താ ചെയ്യേണ്ടത്? ഞാൻ നിങ്ങളോട് ചോദിക്കും, വാട്ട് ഈസ് 3 സ്ക്വയർ? പെട്ടെന്ന് പറയണം. 9. വാട്ട് ഈസ് 4 സ്ക്വയർ? 16. ചെയ്ത് നോക്കാൻ സമയം കിട്ടില്ല, പെട്ടെന്ന് പറയണം. ഞാൻ ലൈവ് ഇട്ടിട്ട് ചോദിക്കും നിങ്ങളോട്, വാട്ട് ഈസ് 15 സ്ക്വയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പറയണം 225. വാട്ട് ഈസ് 16 സ്ക്വയർ എന്ന് വെച്ചാൽ ആൻസർ പറയണം, വാട്ട് ഈസ് 20 സ്ക്വയർ 400 എന്ന് നിങ്ങൾ പറയണം. അപ്പോൾ 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ ബൈ ഹാർട്ട് ചെയ്യാം. ഓക്കെ. ഇനി സ്ക്വയർ റൂട്ട്. എല്ലാ നമ്പറിനും സ്ക്വയേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി. ഏത് നമ്പറിന് വേണമെങ്കിലും നിങ്ങൾക്ക് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാം. 121ൻ്റെ സ്ക്വയർ എത്രയാണ്? 121ൻ്റെ സ്ക്വയർ ആണ് 121 × 121 ചെയ്യുക. ഇത്രേ ഉള്ളൂ. എല്ലാ നമ്പറിനും സ്ക്വയർ ഉണ്ട്, പക്ഷേ എല്ലാ നമ്പറിനും സ്ക്വയർ റൂട്ടില്ല. സ്ക്വയർ റൂട്ട് ഉള്ളത് പെർഫെക്റ്റ് സ്ക്വയർ നമ്പറുകൾക്ക് മാത്രമാണ്. ഉദാഹരണത്തിന് ഏതൊക്കെയായിരുന്നു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ? നമ്മൾ പറഞ്ഞു 1 is a perfect square തൊട്ടുമ്പത്തെ സെഷൻ നോക്ക്. 4 is a perfect square, 9 is a perfect square, 16 is a perfect square, 25 is a perfect square, 36 is a perfect square, 49 is a perfect square, etc. ഇതിന് ഈ പെർഫെക്റ്റ് സ്ക്വയർ നമ്പറുകൾ, സോ റൈറ്റ് സൈഡ് ഹെഡിങ്ങോ സ്ക്വയർ റൂട്ട് എന്ന് എഴുതാം. എന്നിട്ട് എന്തെങ്കിലും എഴുതണമല്ലോ അല്ലേ? സ്ക്വയർ റൂട്ട്സ് എന്ന് എഴുതാം, എന്നിട്ട് അണ്ടർലൈൻ ചെയ്യാം, എന്നിട്ട് എഴുതാം സ്ക്വയർ റൂട്ട് എന്ന് എഴുതാം, അണ്ടർലൈൻ ചെയ്യാം, എന്നിട്ട് എഴുതാം, തൊട്ട് താഴെ എഴുതാം, ഫോർ എവറി നമ്പർ സ്ക്വയർ എക്സിസ്റ്റ് ബട്ട് ഫോർ എവറി നമ്പർ സ്ക്വയർ റൂട്ട് വിൽ നോട്ട് എക്സിസ്റ്റ്. സ്ക്വയർ റൂട്ട് എക്സിസ്റ്റ് ഫോർ ഓൺലി പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഇത്ര എഴുതണം. എന്താണ്? ഫോർ എവറി നമ്പർ സ്ക്വയർ എക്സിസ്റ്റ് ബട്ട് ഫോർ എവറി നമ്പർ സ്ക്വയർ റൂട്ട് വിൽ നോട്ട് എക്സിസ്റ്റ്. സ്ക്വയർ റൂട്ട് എക്സിസ്റ്റ് ഫോർ ഓൺലി സ്ക്വയർ റൂട്ട് എക്സിസ്റ്റ് ഓൺലി ഫോർ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഓക്കെ. എന്നിട്ട് ലൈക്ക് എന്ന് എഴുതാം. ലൈക്ക് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആർ 1, 4, 9, 16, 25, 36, 49 ഒക്കെയാണ് പെർഫെക്റ്റ് സ്ക്വയർ. ഇതിന് മാത്രമാണ് സ്ക്വയർ റൂട്ട് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതായത് ഈ നമ്പർ 1 അല്ലേ, ഫസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ 1 ആണല്ലോ, അതിൻ്റെ സ്ക്വയർ റൂട്ട് ഞാൻ എഴുതാൻ പോകട്ടോ. സ്ക്വയർ റൂട്ട് ഓഫ് 1, ഞാൻ പറഞ്ഞു പെർഫെക്റ്റ് സ്ക്വയേഴ്സിന് മാത്രമാണ് സ്ക്വയർ റൂട്ട് ഉള്ളൂ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ഫസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ 1 ആണല്ലോ, സ്ക്വയർ റൂട്ട് ഓഫ് 1 കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. സ്ക്വയർ റൂട്ട് ഓഫ് 1 എഴുതുന്നത് ഇങ്ങനെയാണിതാ. ദിസ് ഈസ് ദ സിമ്പിൾ ഫോർ സ്ക്വയർ റൂട്ട്. സ്ക്വയർ റൂട്ട് ഓഫ് 1. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? സ്ക്വയർ എല്ലാ നമ്പറിനും എക്സിസ്റ്റ് ചെയ്യും, പക്ഷേ സ്ക്വയർ റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഏതൊക്കെയാണ്? ഈ നമ്പേഴ്സുകൾ മാത്രമാണ്. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് ഈ നമ്പർ നോക്കാം 1. അതിനെ എങ്ങനെ എഴുതുക? സിംബോളിക്കലി, മാത്തമാറ്റിക്കലി വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് സ്ക്വയർ റൂട്ട്. ദിസ് ഈസ് ദ സിമ്പിൾ ഫോർ സ്ക്വയർ റൂട്ട്. സ്ക്വയർ റൂട്ട് ഓഫ് 1 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് സ്ക്വയർ റൂട്ട് ഓഫ് 1 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? കാരണം 1 പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് നേരത്തെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പെർഫെക്റ്റ് സ്ക്വയറിന് മാത്രമേ സ്ക്വയർ റൂട്ട് ഉള്ളൂ. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് 1 എന്താണ്? 1 ആണ്. ഇപ്പോൾ ചോദിക്കരുത് എന്തുകൊണ്ടാണ്, അടുത്ത് ഞാൻ പറയാം, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. 1-2 കാര്യങ്ങളോട് എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്ക്വയർ റൂട്ട് ഓഫ് അടുത്ത ഏതാണ്? 4. സ്ക്വയർ റൂട്ട് ഓഫ് 2 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, 2 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. പെർഫെക്റ്റ് സ്ക്വയറിന് മാത്രമേ ഉള്ളൂ സ്ക്വയർ റൂട്ട്. സ്ക്വയർ റൂട്ട് ഓഫ് 4 എങ്ങനെ എഴുതാം? സിംബോളിക്കലി സ്ക്വയർ റൂട്ട് ഓഫ് 4 2. ഇപ്പോൾ ഏകദേശം കത്തി. ഒന്നും കൂടെ എഴുതുമ്പോൾ മനസ്സിലാവും. അടുത്ത് സ്ക്വയർ റൂട്ട് ഓഫ് 5 എഴുതാൻ പറ്റുമോ? ഇല്ല, 5 ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. 6 പറ്റില്ല, 6 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. കാരണം 6നെ ഏതെങ്കിലും നമ്പറിനെ സ്ക്വയർ ആക്കി എഴുതാൻ പറ്റുമോ? ഇല്ല. 7 ഒരു നമ്പറിനെ സ്ക്വയർ ആക്കി എഴുതാൻ പറ്റില്ല. 8 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. സാർ 8 പെർഫെക്റ്റ് സ്ക്വയർ ആണ്, കാരണം 8നെ 2 സ്ക്വയർ എന്ന് എഴുതി കൂടെ? ഇല്ല മക്കളെ, 2 സ്ക്വയർ 4 അതായത് 8 പെർഫെക്റ്റ് സ്ക്വയർ അല്ല. 8നെ ഒരു നമ്പറിനെ സ്ക്വയർ ആക്കി എഴുതാൻ പറ്റില്ല.
9 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 9 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സ്ക്വയർ റൂട്ട് ഓഫ് 9 ക്യാൻ ബി റിട്ടൺ ആസ് ലൈക്ക് ദിസ്, ദാറ്റ് ഈസ് 3. അപ്പോൾ എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുക? എന്തുകൊണ്ടാണ് സ്ക്വയർ റൂട്ട് 1 ആയത്? കാരണം സ്ക്വയർ റൂട്ട് ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പർ ഏതിൻ്റെ സ്ക്വയറാണെന്ന് നോക്കിയാൽ മതി. 1ൻ്റെ സ്ക്വയർ. സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞാൽ 4 ഏതിൻ്റെ സ്ക്വയറാണ്? 2ൻ്റെ സ്ക്വയർ അല്ലേ 4? അങ്ങനെ നോക്കുക. സ്ക്വയർ റൂട്ട് ഓഫ് 9 എന്ന് പറഞ്ഞാൽ എന്താ? 9 ഏതിൻ്റെ സ്ക്വയറാണ്? 3ൻ്റെ സ്ക്വയർ അല്ലേ 9? 3 × 3 അല്ലേ 9? അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് എഴുതണോട്ടോ, നിങ്ങൾ ഇതൊക്കെ നോട്ടി കാണണേ. സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾ എഴുതുക? സ്ക്വയർ റൂട്ട് ഓഫ് 25. എന്നിട്ട് എങ്ങനെ ചിന്തിക്കും? 25 ഏത് നമ്പറിൻ്റെ സ്ക്വയറാണ്? 25 എന്ന് വെച്ചാൽ 5 × 5, അതായത് 5 സ്ക്വയർ, അതായത് 5 ആണ്. 5 × 5 എന്നോ 5 സ്ക്വയർ ഒന്നും എഴുതി വെക്കരുത്. ഏത് നമ്പറാണോ അത് മാത്രം, അതിൻ്റെ സ്ക്വയർ. ഇപ്പോൾ ഉദാഹരണത്തിന് 5 സ്ക്വയറാണ് 25, പക്ഷേ 5 സ്ക്വയർ എന്ന് സ്ക്വയർ റൂട്ടിൽ എഴുതാൻ പറ്റില്ല. സ്ക്വയർ റൂട്ട് ഓഫ് 25 ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. 5 സ്ക്വയർ എന്നോ 5 × 5 എന്നൊന്നും എഴുതി വെക്കരുത്. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് അങ്ങനെയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 121 എന്താ? ഏത് നമ്പറിൻ്റെ സ്ക്വയറാണ് 121? 11ൻ്റെ. 11 അത് മതി. സ്ക്വയർ റൂട്ട് ഓഫ് 121 ഈസ് 11. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പം ഇനി നമുക്ക് വേറൊരു കാര്യം, ഒരു ടേബിളും കൂടെ എഴുതാലോ. ഇതാ നമ്പേഴ്സ്, അടുത്ത പണി കേട്ടോ. സ്ക്വയേഴ്സ് സ്ക്വയർ റൂട്ട്. ആദ്യത്തെ ടേബിളിൻ്റെ കൂട്ടത്തിൽ എഴുതരുത്, ഇത് സെപ്പറേറ്റ് ടേബിളാണ് കേട്ടോ. 1 മുതൽ 2, 3 അപ് ടു 20 വരെ. ഇനി 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 × 1 = 1 എന്നിട്ട് ബ്രാക്കറ്റിൽ സ്ക്വയർ ഓഫ്. അത് ആദ്യം ഇൻട്രഡക്ഷൻ ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ എഴുതിയത്. ഇവിടെ നമ്മൾ ഡയറക്റ്റ് എഴുതുന്നു 1ൻ്റെ സ്ക്വയർ എന്താണ്? 1. അപ്പോൾ പക്ഷേ ഇങ്ങനെ എഴുതിക്കോ, 1ൻ്റെ സ്ക്വയറിന് 1 സ്ക്വയർ = 1 എഴുതിക്കോ. 2ൻ്റെ സ്ക്വയർ എങ്ങനെ എഴുതുക? 2 സ്ക്വയർ = 4. 3ൻ്റെ സ്ക്വയർ അങ്ങനെ എഴുതിക്കോട്ടോ. 3 സ്ക്വയർ = 9. ഇത് ആദ്യം എഴുതിയതല്ല സാർ, ഒന്നുകൂടെ എഴുതാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല, എഴുതേണ്ടി വരും. ഓക്കെ, കാരണം മാത്സ് പഠിപ്പിക്കുന്നത് അല്ല, ആര് മാത്സ് പഠിപ്പിച്ചാലും എഴുതേണ്ടി വരും ഇല്ലേ? അപ്പം 3 സ്ക്വയർ 9. ഇതിൻ്റെ അടുത്ത് 4 എന്താണ്? 4 സ്ക്വയർ എന്താണ്? 16. അങ്ങനെ എഴുതാം. 5 ആണെങ്കിൽ എന്ത് വരും? 5 സ്ക്വയർ എന്താണ്? 25. എഴുതിക്കോളൂ കേട്ടോ, ഒരു എക്സ്ക്യൂസും എനിക്ക് കേൾക്കരുത്. എക്സ്ക്യൂസ് പറയുന്ന കുറേ കുട്ടികളുണ്ട് നിങ്ങളുടെ ക്ലാസ്സിൽ. ഇത് ആദ്യത്തെ കോളത്തിൻ്റെ കൂടെ ഒരു കോളം കൂടെ, ആദ്യത്തെ ടേബിളിനോട് ഒരു കോളം കൂടെ വരച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് ഞാൻ എഴുതി മേടിപ്പിക്കും. കേട്ടില്ലേ? സോ അങ്ങനെ 20 വരെ എഴുതുവാണെങ്കിൽ 20ൻ്റെ സ്ക്വയർ എന്ത് വരും? 400. ഇത് നമ്മൾ ആദ്യത്തെ ടേബിളിൽ എഴുതിയതാണ്. ഓക്കെ, എങ്കിലും നിങ്ങൾ വീണ്ടും ഈ ടേബിൾ ഒന്നും കൂടെ എഴുതുന്നു, അതിൻ്റെ കൂടെ ഒരു കോളം കൂടെ കൂട്ടുന്നു, സ്ക്വയർ റൂട്ട്. ഇപ്പോൾ നമ്മൾ സ്ക്വയർ റൂട്ട് പഠിച്ചല്ലോ. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് ഏതാണ്? ഈ 1 സ്ക്വയർ റൂട്ട് ഓഫ് 1 എന്ന് വെച്ചാൽ എന്താ? ഏത് നമ്പറിൻ്റെ സ്ക്വയറാണ് 1? 1ൻ്റെ സ്ക്വയർ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 1 = 1. ഇനി അടുത്ത് സ്ക്വയർ റൂട്ട് ഓഫ് ഈ 4. കാരണം പെർഫെക്റ്റ് സ്ക്വയറിന് മാത്രമാണല്ലോ സ്ക്വയർ റൂട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സ്ക്വയർ റൂട്ട് ഓഫ് 4. സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് വെച്ചാൽ ഏത് നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് 4? ഏത് നമ്പറിൻ്റെ സ്ക്വയറാണ് 4? 2. അതാണ് സ്ക്വയർ റൂട്ടായിട്ട് വരിക. ഇനി അടുത്ത് സ്ക്വയർ റൂട്ട് ഓഫ് ഇത് 9. ഏത് നമ്പറിൻ്റെ സ്ക്വയറാണ് 9? 3. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 9 3. ഇനി അടുത്ത് സ്ക്വയർ റൂട്ട് ഓഫ് 16. ഏത് നമ്പറിൻ്റെ സ്ക്വയറാണ് 16? 4. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 16 is 4. അങ്ങനെ സ്ക്വയർ റൂട്ട് ഓഫ് 400 = 20 വരെ നല്ല വൃത്തിയായിട്ട് ടാബിലൈസ് ചെയ്യാം. ഇനി നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? 1 മുതൽ 20 വരെ നമ്പറിൻ്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാൻ ബൈ ഹാർട്ട് ചെയ്യാൻ പഠിച്ചില്ലേ? പഠിക്കാൻ ഞാൻ പറഞ്ഞില്ലേ? അതുപോലെ തന്നെ അടുത്ത ലൈവ് ക്ലാസ് എന്നാണെന്നൊന്നും ഞാൻ പറയില്ല, പെട്ടെന്ന് നടത്തും. സ്ക്വയർ റൂട്ടും കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഞാനിങ്ങനെ ചോദിക്കും, സ്ക്വയർ റൂട്ടും ബൈ ഹാർട്ട് ചെയ്യണം നിങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 225? യു ആർ സപ്പോസ് ടു ഗിവ് മീ ദ ആൻസർ ആസ് 15. സ്ക്വയർ റൂട്ട് ഓഫ് 225 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുക? 15 ആണ്. കാരണം 15ൻ്റെ സ്ക്വയറാണ് 225. ആ ടേബിൾ നിങ്ങൾ എഴുതുമ്പോൾ അതൊക്കെ കാണും നിങ്ങൾ. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് 144 എന്താണ് വരിക? 12 ആണ് വരിക. അപ്പോൾ നിങ്ങളോട് പെട്ടെന്ന് ഞാൻ ചോദിക്കും വാട്ട് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 144? അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കും. ഒരു 5-6 സെക്കൻഡ് ഞാൻ സമയം തരാം എന്താ ആലോചിക്കാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് സ്ക്വയർ റൂട്ട് ഓഫ് നിങ്ങൾ എന്തൊക്കെ എഴുതണ്ടേന്ന് ഞാൻ പറഞ്ഞു തന്നു. ഇനി ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം കണ്ടിന്യൂ ചെയ്യാം. ബൈ ഹാർട്ട് പഠിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് 20 സ്ക്വയർ? 20 സ്ക്വയർ ഈസ് 400. പെട്ടെന്ന് പറയണം. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 400? 20. ഓക്കെ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. വാട്ട് ഈസ് സ്ക്വയർ ഓഫ് 20? സ്ക്വയർ ഓഫ് 20 എന്ന് പറയുമ്പം സ്ക്വയർ ഓഫ് 20 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്രയും ആലോചിക്കാനുള്ള സമയം തരും. എത്രയും ഞാൻ പറഞ്ഞുതരാം. സ്ക്വയർ ഓഫ് 20 എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ ആലോചിക്കുക 20 × 20 400. അത്രയും ആലോചിക്കാനുള്ള സമയം. ഇനി ഞാൻ ചോദിക്കുകയാണ് വാട്ട് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 400? സ്ക്വയർ റൂട്ട് ഓഫ് 400 എന്ന് പറയുമ്പോൾ 400 ഏത് നമ്പറിൻ്റെ സ്ക്വയറാണ്? 20ൻ്റെ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 400 is 20. ഓക്കെ, വൺസ് അഗെയിൻ ഫോർ എക്സാമ്പിൾ വാട്ട് ഈസ് സ്ക്വയർ ഓഫ് 12? സ്ക്വയർ ഓഫ് 12 എന്ന് പറയുമ്പം 12 × 12 അല്ല സാർ, അപ്പം 144 എന്ന് പറയണം. ഇനിയിപ്പോൾ ഞാൻ ചോദിക്കുകയാണ് വാട്ട് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 169? സ്ക്വയർ റൂട്ടാണ്, സ്ക്വയർ അല്ല.
മാറിപ്പോവും. സ്ക്വയറും സ്ക്വയർ റൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോരുത്. സ്ക്വയർ റൂട്ട് 169 ചോദിച്ചു കഴിഞ്ഞാൽ 169 ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആയിരുന്നു ആ ടേബിളിൽ? 13. അങ്ങനെ പറയണം. ഓക്കെ, സോ ഇതാണ്, ഇങ്ങനെ ബൈ ഹാർട്ട് പഠിക്കണം. നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുക. നല്ലതുപോലെ എന്ന് വെച്ചാൽ കോൺസ്റ്റൻറ്റ് പ്രാക്ടീസ്. സോ please practice well. You know, this chapter is very, very, very interesting and very important chapter. And stay safe, and thanks for joining with me. Signing out, your Shubin sir. Stay safe. Practice well.